എൻ്റെ പേര് അശ്വതി PS. ഞാൻ കടഞ്ഞിക്കാട് നിന്ന് വരുന്നു. ഞങ്ങളെല്ലാവരും BS നേഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ എക്സാമിന് ഫസ്റ്റ് ഇയറിലെ എക്സാമിന് വേണ്ടി ഞങ്ങൾ ലൈറ്റേക്ക് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ പഠിക്കുന്നത് ആന്ധ്രയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ എക്സാമിന് വേണ്ടി ഞങ്ങൾ ലൈറ്റേക്ക് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. കാരണം ഞങ്ങളുടെ നിയോഗം, ഞങ്ങളുടെ എക്സാം ഞങ്ങളെല്ലാവരും നല്ല മാർക്കോടെ പാസ്സാവണമെന്നായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കോളേജിൽ മിക്കപ്പോഴും ഡ്യൂട്ടിയാണ്. അപ്പോൾ പഠിക്കാനുള്ള അത്രയും സമയം ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പെട്ടെന്നാണ് ചേഞ്ച് ആക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം 9 സബ്ജക്റ്റ് ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ 9 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് പോലും ഞങ്ങൾ കറക്റ്റായിട്ട് മുഴുവൻ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെൻഷനും പേടി ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ലൈറ്റൊക്കെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് നിയോഗം വെക്കും. നിയോഗം വെച്ചിട്ട് ഞങ്ങൾ രാവിലെയും വൈകിട്ടും എപ്പോഴും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അറിയത്തില്ലാത്ത കൂട്ടുകാർക്കെല്ലാം പറഞ്ഞു കൊടുക്കായിരുന്നു. എല്ലാവർക്കും ടെൻഷനായിരുന്നു, കാരണം സമയമില്ല പഠിക്കാൻ. അപ്പോൾ എല്ലാവരും പാസ്സാവുമെന്ന് ഓർത്ത് ടെൻഷനായിരുന്നു. അപ്പം ഞങ്ങളുടെ അറിയത്തില്ലാത്ത കൂട്ടുകാർക്കെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു, നിങ്ങളിങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഞാൻ അയച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കുറേ കൂട്ടുകാർ അങ്ങനെ എടുക്കുകയും അവർക്കൊരു ധൈര്യമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരത്തെ ഉടമ്പടി എടുത്തതിൻ്റെ, ഞങ്ങളുടെ പേരൻസ് ഉടമ്പടി എടുത്തതിൻ്റെ നേർച്ച വസ്തുക്കൾ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ കുരിശ് വരച്ച്, തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോകുന്നത്. ഞങ്ങൾ പിന്നെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഓപ്പണാക്കി വന്നപ്പോൾ കിട്ടിയ സാക്ഷ്യം ഇതുപോലെ 7 പേര് വന്ന് സാക്ഷ്യം പറയുന്നതായിരുന്നു. അവർ BS നേഴ്സിങ്ങിന് ഇതുപോലെ 4th ഇയേഴ്സ് വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൊതിയായിരുന്നു, ഞങ്ങൾക്ക് ഇതുപോലെ സാക്ഷ്യം പറയണമെന്ന്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞങ്ങളിങ്ങനെ പറയും, മാതാവേ ഞങ്ങൾക്ക് ഇതുപോലെ ഒരുമിച്ച് വന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ സാധിക്കണേ എന്ന്. അങ്ങനെ എപ്പോഴും ഞങ്ങൾ ആ സാക്ഷ്യം ഇഷ്ടമുള്ളതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പെല്ലാം ഞങ്ങളിങ്ങനെ ഇത് കണ്ട് പ്രാർത്ഥിക്കുക ഇടയ്ക്കല്ല. പിന്നെ എക്സാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം സാധാരണ essay മാർക്കൊക്കെ നമുക്ക് പാടാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഫുള്ളും പോയെന്ന് തന്നെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സേ തന്നെ ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ പഠിച്ചതൊന്നുമില്ല വന്നത്. ഒരു ചാപ്റ്ററിൽ തന്നെ 2 ക്വസ്റ്റ്യനൊക്കെ വന്ന് essay മാർക്ക് തന്നെ 15 മാർക്ക് essay മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് പേടിയായിപ്പോയി. കാരണം ഞങ്ങൾ പഠിച്ചതൊന്നുമല്ല essay മാർക്ക് വന്നത്. ക്വസ്റ്റ്യൻസ് ഒരുപാട് മാറ്റം ചേഞ്ച് ആയിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ പേടിയായിരുന്നു, കാരണം ഞങ്ങൾ പഠിച്ച ഒന്നും വന്നില്ല. അപ്പോൾ essay ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണെങ്കിൽ അത് തന്നെ ആദ്യമേ പോയല്ലോ മാതാവേ എന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ വെഞ്ചരിച്ച കാശുരൂപം ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് പിന്നെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, നെഹമ്യ 2:20 ഈ വചനം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും എക്സാം എഴുതി പുറത്ത് എല്ലാവരും വന്നപ്പം എല്ലാവരും പറഞ്ഞു, എടി ഞങ്ങൾ എന്താണെന്ന് അറിയത്തില്ല, ഏതാണ്ടൊക്കെ എഴുതി വെച്ചു. ഫസ്റ്റിലെ essay ആണെങ്കിൽ ഒന്നും അറിയത്തില്ലായിരുന്നു, അത് എന്നെ കാണിച്ചു വെച്ചതെന്ന് പോലും അറിയത്തില്ല, ഒരു തരത്തിൽ അതൊക്കെ എഴുതി വെച്ചത്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയപ്പം ഞങ്ങൾ പരീക്ഷ തന്നെ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞിടി ഞങ്ങൾക്ക് ആർക്കും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയില്ല, 2 essay എഴുതേണ്ട അടുത്തൊക്കെ 1 essay എഴുതിയിട്ടുള്ളൂ, പിന്നെ 2 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഭാഗ്യമായി, കാരണം എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു, നിങ്ങളെല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം, അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അവിടെ വീഴത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാനും എന്താണെന്ന് അറിയത്തില്ല ഏതാണ്ടൊക്കെ എഴുതാൻ പറ്റുമായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അന്നേരം ഒരു ആൻസർ പോലും അറിയത്തില്ല, എന്നാൽ തന്നെയും ഞങ്ങൾ പഠിച്ചതൊക്കെ വെച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് പേപ്പർ എഴുതാൻ സാധിച്ചു. എക്സാം എഴുതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അറിയത്തില്ലാത്ത കൂട്ടുകാർക്കെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. എക്സാം റിസൾട്ട് വരുന്നതിന് മുമ്പാണെങ്കിലും ഇത് ഓർത്ത് പേടിച്ചിരിക്കുന്നവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇതുപോലെ പ്രാർത്ഥിച്ചാൽ മതി, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് ഡ്യൂട്ടി ഇട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടെ പേഷ്യൻസിന് എന്തെങ്കിലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ സഹായമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കായിരുന്നു.
അതായത് പ്രായമായ അമ്മച്ചിമാരും ഒക്കെ ഉണ്ടല്ലോ, അപ്പച്ചമാരൊക്കെ, അവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എക്സാം എഴുതിയിട്ട് വളരെ വിഷമത്തോടെ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കുമല്ലോ, അവരെല്ലാവരും ഇപ്പം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സാക്ഷ്യം പറയാൻ സാധിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഡിസ്റ്റിങ്ഷനും ഉണ്ട്. ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും തന്നെ ഞങ്ങൾ മാതാവ് എല്ലാവരും അനുഗ്രഹിച്ചു. പിന്നെ ഇത്രയും എക്സാം എഴുതിയപ്പോൾ തന്നെ എനിക്ക് ആ ഉടമ്പടിയുടെ പ്രാധാന്യം മനസ്സിലായി. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയെ എനിക്ക് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കണം. അപ്പം അമ്മ പറഞ്ഞു, അതിനെന്ത് നമുക്ക് രാവിലെ പോയി ഉടമ്പടി എടുക്കാം. ഞങ്ങൾ രാവിലെ വന്ന് ജൂലൈ 4 ഉടമ്പടി എടുത്തു. ജൂലൈ 14 ഞങ്ങളുടെ റിസൾട്ട് വരുന്നത്. വന്നപ്പോൾ ഞങ്ങൾ അത്ഭുതമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് പാസ്സാവണമെന്നേ പ്രാർത്ഥിച്ചോളൂ. പക്ഷേ ഫസ്റ്റ് ക്ലാസ്സും അതുപോലെ ഡിസ്റ്റിങ്ഷൻ തന്ന മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനോട് ഈശോയോടും ഞങ്ങളെല്ലാവരുടെയും പേര് ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനമാണ്. തങ്ങളുടെ BSc നേഴ്സിംഗ് പഠിക്കുന്ന ഈ വിദ്യാർത്ഥിനികൾ അവരുടെ ആദ്യത്തെ എക്സാമാണ്. ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. ആ എക്സാമിൻ്റെ അവർക്കുണ്ടാകുന്ന കൺഫ്യൂഷനും അതുപോലെ തങ്ങൾക്ക് ഡ്യൂട്ടിയും പഠനം ഇപ്പോഴും പൂർത്തീകരിക്കാതെ എക്സാം വന്ന അവസ്ഥകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ അങ്ങനെയുള്ള അവസരത്തിലാണ് ഒത്തിരിയേറെ വിഷമിച്ച് പിന്നീട് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്ന് നാം കേട്ടു. വെഞ്ചരിച്ച കാശുരൂപം മക്കളുടെയൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവരുപയോഗിച്ചു. ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളുമൊക്കെ അവർക്കൊരു പ്രചോദനമായിരുന്നു. അങ്ങനെ പിന്നീട് ഇവിടെ വന്ന് അശ്വതി എന്ന ഈ മകള് പിന്നീട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും അങ്ങനെ തങ്ങൾക്ക് ഒട്ടും മനസ്സിലാകാതിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാൽ ഇന്ന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ തങ്ങൾക്ക് ലഭിച്ച് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ കഴിവല്ല. ഇത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ തങ്ങൾക്ക് നൽകിയ കൃപയാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് സാക്ഷ്യം പറയുന്ന ഈ മക്കളോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.